ഹായ് ഫ്രണ്ട്സ്, ടച്ചസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ഉപ്പുമാവാണ് കേട്ടോ. അത് സൂപ്പറായിരിക്കും, പ്രോട്ടീൻ റിച്ചാണ്. കുട്ടികൾക്കൊക്കെ 4 മണി പലഹാരമായിട്ട് കൊടുക്കാൻ പറ്റിയ ഉപ്പുമാവാണ് കേട്ടോ. ഇത് നമുക്ക് ആദ്യം പാത്രച്ചട്ടിയിലേക്ക് കടുക് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് അതിൽ കടുകൊക്കെ പൊട്ടിച്ചു. ഇവിടെ കടുക് പൊട്ടിക്കുന്ന വീഡിയോ ഞാൻ എടുത്തില്ല. അതിന് കടുക് പൊട്ടിയ ശേഷം നമ്മളതിലേക്ക് 2 സ്പൂൺ ഉഴുന്നാണ് കേട്ടോ. ഇത് ഉഴുന്ന് പരിപ്പ്, തൊലിയില്ലാത്ത ഉഴുന്ന്, അതുപോലെ കടലപ്പരിപ്പ്, പിന്നെ ചെറുപയർ പരിപ്പില്ലേ, തൊലിയില്ലാത്ത ചെറുപയർ പരിപ്പ് കേട്ടോ. അത് പിന്നെ പൊട്ടുകടല, പുരികടല എന്നൊക്കെ പറയും. അതെല്ലാം കൂടി നമ്മൾ ഒന്നിച്ച് തട്ടുകയാണ് കേട്ടോ. അതിലേക്ക് എണ്ണയിലേക്ക് ഇടുകയാണ്. അതൊന്ന് വറുത്തെടുക്കണം. നന്നായിട്ട് ഒരു ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുക. ഒന്ന് മൊരിഞ്ഞ് കിട്ടട്ടെ കേട്ടോ. അതുവരെ അതൊന്ന് വറുത്തെടുക്കണം. നല്ല വിശപ്പോടെ വരുന്ന കുട്ടികൾക്ക് നമ്മളിപ്പോൾ ഉപ്പുമാവ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ ഓക്കെ, ഇഷ്ടപ്പെടാത്തവർക്കാണെങ്കിൽ ഇത് കഴിക്കുമെന്ന് എനിക്കറിയില്ല കേട്ടോ. എൻ്റെ ചെറിയ മോളൊന്നും ഇത് കഴിക്കില്ല, പക്ഷേ വലിയ ആളും ഞങ്ങളെല്ലാവരും ഇത് സുഖമായിട്ട് കഴിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇടയിലൊക്കെ ഇതിൽ നന്നായി കടിക്കാൻ, ഈ പയറുകളൊക്കെ നമുക്ക് വറുത്ത് കഴിഞ്ഞാൽ മുരിഞ്ഞ് കിട്ടും. അപ്പോൾ അത് നന്നായി കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഒരു സബോള ചെറുതാക്കി മുറിച്ചത് ചേർക്കുന്നുണ്ട്. അതുപോലെ കറിവേപ്പിലയും പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അത് നന്നായി വഴറ്റിയെടുക്കുക. നന്നായി വഴറ്റിയ ശേഷം അതിലേക്ക് നമുക്ക് ഒരു തക്കാളി കൂടി ചേർക്കാം കേട്ടോ. തക്കാളി നമ്മൾ കുരുവൊക്കെ മാറ്റിയിട്ട് കട്ട് ചെയ്തതാണ് കേട്ടോ. കുരു മാറ്റണത് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അധികം പുളിപ്പ് വേണ്ടാന്ന് വെച്ചിട്ടാണ് അതൊക്കെ മാറ്റിയത് കേട്ടോ. അങ്ങനെ അത് ചേർത്ത ശേഷം നന്നായിട്ട് വഴറ്റുക. നന്നായി വഴറ്റിയിട്ട് ഞാൻ ഈ ഒരു കപ്പിൽ 1.5 കപ്പ് വെള്ളമാണ് എടുക്കുന്നത് കേട്ടോ. 1.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മൾ ഏത് പാത്രത്തിലാണോ റവ എടുക്കുന്നത് അതിൽ ഇതേപോലെ 1.5 പാത്രം വെള്ളം എടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിരിക്കും. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് അതൊന്ന് തിളയ്ക്കാൻ വെക്കാം കേട്ടോ. ആ സമയം ഞാൻ ഇതിൽ 1 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. വറുക്കുക, നമുക്ക് നന്നായിട്ട് വറുക്കണം കേട്ടോ. റവ നന്നായിട്ടൊന്ന് വറുത്ത് കിട്ടുകയാണെങ്കിൽ പരസ്പരം അങ്ങനെ ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. അല്ലെങ്കിൽ നമ്മളത് ഒട്ടിപ്പിടിക്കും. നന്നായി വറുത്ത റവേനെ നമ്മളതിലേക്ക് തിളച്ചിട്ടുണ്ട്, വെള്ളം നന്നായിട്ട് തിളച്ചതിലേക്ക് ചേർക്കുകയാണ്. എന്നിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. കട്ട കുത്താൻ പാടില്ല, നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. ഇളക്കിയ ശേഷം സിമ്മ് വയ്ക്കുക. ഫ്ലെയിം കുറച്ച് സിമ്മിലാക്കി വയ്ക്കുക, അല്ലെങ്കിൽ പെട്ടെന്നത് കട്ട കുത്തുന്നതാണ്. എന്നിട്ട് നമുക്കൊന്ന് അതൊന്ന് ഒതുക്കിയിട്ട് 2 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം കേട്ടോ. അടച്ച് വെച്ച ശേഷം ഒരു 3-4 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് കഴിഞ്ഞിട്ടാണെങ്കിലും ശരി, അതൊന്ന് തുറക്കുക. തുറന്നിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇളക്കിയെടുക്കുന്ന സമയത്ത് നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കുട്ടികൾക്ക് നെയ്യ് ഇഷ്ടമാണെങ്കിൽ നെയ്യൊക്കെ ചേർക്കാം കേട്ടോ. നമ്മളിപ്പോൾ നെയ്യൊന്നും ചേർക്കുന്നില്ല, അതങ്ങനെ തന്നെ സെർവ് ചെയ്യുകയാണ്.